ഞാനിന്ന് നിൽക്കുന്നത് കുമ്പളങ്ങി എന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലാണ്. ഞങ്ങൾ ഇന്നിവിടെ കക്ക വരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ കക്ക വരുന്ന കണ്ടിട്ടുണ്ടോ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വീഡിയോ കക്ക വരുന്നത് എങ്ങനെയാണെന്നും അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പുഴുങ്ങി കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കക്ക വാരിയാലോ? കുമ്പളങ്ങി എന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഭാഗമായ ഒരു ടൂറിസം വില്ലേജ് കൂടിയാണ് കുമ്പളങ്ങി. എറണാകുളം ജില്ലയുടെ ഭാഗമാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് വേറൊന്നുമല്ല. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കുമ്പളങ്ങി എറണാകുളം ജില്ല തന്നെയാണോ എന്ന്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ നാട്ടുതോട്. അതിന് കുറുകെയുള്ള പാലമാണ് കാണുന്നത്. അതിന് രണ്ട് വശത്തും നമുക്ക് കക്ക വരാൻ ഇറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. രണ്ട് സൈഡിലും ഇപ്പം ഇന്ന് ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നമുക്ക് എന്താ നോക്കിയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നാട്ടത്തോടെ ഇവിടെയാണ് ഞങ്ങളിപ്പോൾ കക്ക വരാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഇച്ചിരി വെള്ളം കൂടുതലാണ്, വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കണേണ്. എന്നാലും ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോണേണ്. കാരണം ഇപ്പം തന്നെ 10 മണിയായി. കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങണേണ്. അപ്പം നമുക്ക് കക്ക വാരിയിട്ട് കാണാം. ഇവിടെ ഞാനിപ്പോൾ ഇറങ്ങുവാണ്. വലിയ ആഴമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. മിക്കവരും തന്നെ കക്ക വരാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ വരുമ്പോൾ ഇതുപോലൊരു കുടം നമ്മുടെ കയ്യിൽ കരുതണം, കക്ക പെറുക്കിടാനായിട്ട്. ഇതാവുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വാരി പകുതിയാകുമ്പോൾ മാത്രമേ ഇത് മുങ്ങിപ്പോകുള്ളൂ. ആദ്യം ഞാനിവിടെ ഒന്ന് കക്ക ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ല ചെളിയാണ്, കാല് ചവിട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കക്കയൊക്കെ കാലിൽ തടയുണ്ട്. ഇപ്പോൾ ഒരെണ്ണം കിട്ടി. കുറച്ച് കക്കയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ട്, ഇപ്പോൾ ചൂടും കൂടി. അതുമല്ല വെള്ളത്തിന് നല്ല ഉപ്പ് രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം അത്യാവശ്യം വയലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളാണ് കക്ക വാരാനായിട്ട് കുറച്ചും കൂടി പറ്റിയ സമയം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു കുമ്പളങ്ങി ഒരു ടൂറിസം വില്ലേജ് ആണെന്ന്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ അത്ര പുതുമയുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും ഒരുപാട് വിദേശികൾ ഈ കാഴ്ചകൾ കാണാനും അറിയാനൊക്കെ ആയിട്ട് കുമ്പളങ്ങിലേക്ക് എല്ലാ ദിവസവും വന്നു പോകുന്നുണ്ട്. അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരുപാട് ഹോം സ്റ്റേകൾ കുമ്പളങ്ങിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ കുമ്പളങ്ങിയിലേക്ക് തന്നെ വരേണ്ടി വരും. പിന്നെ ഇതുപോലെ കക്ക വരാനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് വേണം വരാനായിട്ട്. കാരണം ഇവിടെ താഴെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും കക്ക ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും ഇവിടെ സ്ഥിര പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ നിശ്ചയം ഉണ്ടാവുള്ളൂ. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല വിഭവസമൃദ്ധമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിൻ്റെ രുചികളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും. നമ്മുടെ കക്കവാരൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു കക്കവാരം വരണം എന്നുള്ളത്. അതങ്ങനെ നടന്നു. ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ്. പക്ഷേ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ കുമ്പളങ്ങിയിലുണ്ട്. അവർക്ക് അതൊരു നേരം പോക്കല്ല, ഒരു ജീവിത മാർഗം കൂടിയാണ്. കാരണം അവർ വെളുപ്പിന് മുതൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് വാരി പുഴുങ്ങി വൃത്തിയാക്കിയ കക്ക വീടുകൾ തോറും കൊണ്ടു നടന്ന് വിൽക്കും. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളായിട്ടുള്ള ഒത്തിരി ആളുകളും കുമ്പളങ്ങിയിലുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ കുടം പകുതിയോളമായി. കക്കവാറിൽ ഏകദേശം പകുതി ആയിട്ടുണ്ട്. കക്ക വരുന്ന ആളുകളാണ് ഈ പോകുന്നത്. അവർ വഞ്ചിയിൽ കക്ക വരാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കക്കവാരൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടമൊക്കെ നിറഞ്ഞു.
1.5 മണിക്കൂറോളമായി ഞങ്ങൾ കക്കവാരൽ തുടങ്ങിയിട്ട്. 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ കുട നിറച്ചത്. ഇവിടെ എല്ലായിടത്തും തന്നെ കക്കയുണ്ട്. പിന്നെ 1-2 സ്ഥലങ്ങളിൽ നമ്മൾ മാറി മാറി ഒന്ന് നോക്കിയാൽ മതി, ഇഷ്ടംപോലെ കക്ക കിട്ടും. ഞങ്ങൾക്കും കുട നിറച്ചും കക്ക കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണിപ്പോൾ. ഇനി ഇതായിട്ട് വീട്ടിൽ പോകണം, പുഴുങ്ങണം, കറി വെക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. ഞങ്ങൾ കക്കയായിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറച്ച് ദൂരമുള്ളൂ. ഇനി വീട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ചെളിയിൽ നിന്നാണ് ഈ കക്കയെല്ലാം വാരിയെടുത്തത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. 1-2 പ്രാവശ്യമെങ്കിലും വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം ഇത് പുഴുങ്ങാൻ വേണ്ടി വെക്കാനായിട്ട്. മുറ്റത്ത് തന്നെ അടപ്പ് കൂട്ടിയിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് കഴുകിയൊക്കെ കലത്തിലേക്ക് ഇടാൻ പറ്റും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പുഴുങ്ങാൻ നേരത്ത് 1 കപ്പ് വെള്ളം മതി കക്ക വേവാനായിട്ട്. ഇപ്പം നമ്മൾ അടുപ്പിൽ വെച്ച് പുഴുങ്ങിയ കക്ക എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊളിച്ചെടുക്കണം. അതിനു മുമ്പ് കക്ക വേവിച്ച വെള്ളം കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് പാർത്ത് വയ്ക്കാം. കാരണം ആ വെള്ളത്തിലേക്കാണ് ഇനി നമുക്ക് കക്ക പൊളിച്ചിടാനായിട്ടുള്ളത്. ഇനി അത് കലത്തിലുള്ള കക്ക വേറൊരു പരന്ന പാത്രത്തിൽ എന്തെങ്കിലും കോരി മാറ്റി വയ്ക്കണം. എന്നാലാണ് ഇത്തിരി ചൂട് പോവുള്ളൂ. എന്നാലും നമുക്ക് അത് പൊളിച്ച് എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ കാണുന്ന പോലെ ഇത്തലിൻ്റെ അകത്തുനിന്ന് ഓരോന്നും കക്ക വീതം നമുക്ക് പൊളിച്ച് കക്ക പുഴുങ്ങിയ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. ആ പുഴുങ്ങിയ വെള്ളത്തിലൊരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്കാണ് ഓരോ കക്കയും നമ്മൾ പൊളിച്ചിടുന്നത്. ഇതിപ്പോൾ നമ്മൾ പുഴുങ്ങിയ കക്ക എല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇത്രയും കക്കയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. 1 കുടം കക്ക വാരിയെന്ന് ഇത്രയും കക്കയാണ് നമുക്ക് കിട്ടിയത്. ബാക്കി വന്ന ഇത്തില് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടാൻ വേണ്ടി കൊണ്ടുപോകണേണ്. അത് തെങ്ങിന് നല്ല വളമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഇത്തില് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണേണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി കക്ക കറി വയ്ക്കലാണ്. കക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കക്ക കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആവശ്യമായ സാധനങ്ങൾ: സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അതുകൂടാതെ പൊടികൾ: മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മസാല പൊടിച്ചത്, ആവശ്യത്തിന് എണ്ണ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കക്ക. ചട്ടി നന്നായിട്ട് ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളക്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനം നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റിയതിന് ശേഷമാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം സവാള അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം.
ഇതിലേക്ക് നമുക്കിനി മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. മസാല ഒന്ന് മൂത്തതിന് ശേഷം കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് നമുക്ക് സവാള പൊടിയും കൂടി നന്നായി മൂപ്പിക്കാം. പൊടികളെല്ലാം നല്ല പാകത്തിന് മൂത്ത് മണം വരുമ്പോഴാണ് കഴുകി വാരി വെച്ചിട്ടുള്ള കക്ക ചേർക്കേണ്ടത്. കക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്ക നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ചട്ടിയിലേക്ക് ഇടാനായിട്ട്. എന്നാലാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് എളുപ്പം കിട്ടുള്ളൂ. മസാല പിടിക്കുന്ന വിധത്തിൽ എല്ലാം നന്നായിട്ട് കക്ക എല്ലാം നന്നായിട്ട് ഇളക്കി കൂട്ടി അടച്ചു വെച്ചിട്ട് വേവിക്കണം. പിന്നെ നമ്മൾ മൺചട്ടിയിൽ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്നാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ കക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടി വിതറിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൂട്ടാം. ഇപ്പം നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ വീഡിയോകൾ നിങ്ങൾ ഇനി ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.